ശരിക്കും ഒരു നല്ല ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒത്തിരി ബിസിനസ് കൺസൾട്ടൻറ്റുമാരിപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളത്തിൽ പുറത്താണെങ്കിലും ഉണ്ട്. നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനത്തിന് പറ്റിയൊരു കൺസൾട്ടൻറ്റിനെ എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും? വലിയ സ്ഥാപനങ്ങൾ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള വലിയ കമ്പനികളുണ്ട്. അപ്പോൾ അവർക്ക് ഇൻ്റർനാഷണൽ ബിസിനസ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് അക്രോസ് ഇന്ത്യ ബിസിനസ്സുള്ള സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൺസൾട്ടൻറ്റിൻ്റെ ആണ് ആവശ്യം വരുന്നത്. അതായത് ബിഗ് ഫോർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള വലിയ സ്ഥാപനങ്ങളൊക്കെയാണ് അവരെ ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചെറിയ സ്ഥാപനങ്ങൾ, അതായത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് സെക്ടറിൽ നിൽക്കുന്ന സ്ഥാപനങ്ങൾ, അവരുടെ വളർച്ചയ്ക്ക് ഞങ്ങളെപ്പോലെയുള്ള സ്ഥാപനങ്ങൾക്ക്, അതായത് ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന നസ്രത്ത് ബിസിനസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഞങ്ങൾക്ക് ഒരു നന്നായി സഹായിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ സാറിപ്പോൾ പറഞ്ഞ പോലെ ഒരു SME സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു കൺസൾട്ടൻറ്റിൻ്റെ ഒരു സേവനം നമുക്കിത് എത്ര നാളത്തേക്കാണ് വേണ്ടി വരിക സാധാരണഗതിയിൽ? ഒരു കൺസൾട്ടൻറ്റിൻ്റെ സേവനം വേണ്ടത്, അതായത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ സെറ്റപ്പ് ചെയ്യാനാണ് എങ്കിൽ അതൊരു 6 to 9 months വേണം. പിന്നെ അതൊന്ന് ട്രയൽ റൺ നടത്തി അതൊരു റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാനാണ് എങ്കിൽ, അതായത് ഞാൻ പറഞ്ഞത് എംപ്ലോയീസിനെ അതിനനുസരിച്ചിട്ട് അസൈൻ ചെയ്തു, MIS ക്രിയേറ്റ് ചെയ്തു, ദെൻ ഓരോരോ പോയിന്റിലും വരുന്ന കുറവുകൾ പരിഹരിക്കുന്നുണ്ട്. അപ്പോൾ കുറവുകൾ പരിഹരിക്കുകയും ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അത് ഒരു 2 years 3 years കൺസിസ്റ്റൻ്റായിട്ട് അവരുടെ കൂടെ നിന്ന് അവരെ പഠിപ്പിച്ച് അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ മുഴുവനും എവരിവെയർ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുവുള്ളൂ. അതുകൊണ്ട് അവിടെ ഒരു പീരീഡ് എന്ന് പറയുന്നത് സ്പെസിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എത്രമാത്രം അവർ സപ്പോർട്ട് ചെയ്യുന്നോ അത്രമാത്രം അവർക്ക് ബെനിഫിറ്റഡ് ആണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞത് മിനിമം 1 to 3 years ഒരു സേവനം ആവശ്യമുണ്ട്.